ചാച്ചനും ഞാനും കൂടെ ചെയ്ത റീലിന്റെ പിന്നിലെ കഷ്ടപ്പാടാണ് ഇന്നത്തെ വ്ളോഗിൽ. അങ്ങനെ സാരി ഉടുത്ത് കാട്ടുവഴിയിലൂടെ നടന്ന് തോട്ടിലെത്തിയപ്പോഴാ നല്ല മഴ. പിന്നെ നമ്മുടെ റീൽ അവസാനിപ്പിച്ച് സാരി മുക്കി അങ്ങ് ഓടുമായിരുന്നു ഗൈസ്. വെള്ളം നമുക്ക് പണ്ടേ അലർജി ആണല്ലോ, അതുകൊണ്ട് മഴ നനയാതിരിക്കാൻ ഞങ്ങൾ വാഴത്തോപ്പിൽ കയറി നിൽക്കുകയായിരുന്നു. അജിത്തേട്ടനും ചാച്ചനും ഉണ്ട് കൂടെ. ടിക്ടോക്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനും ചാച്ചനും ഒരുമിച്ച് വീഡിയോസ് ചെയ്യാറുണ്ട്. പിന്നെ അത് ബാൻ ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ആയി. ഇപ്പൊ അതാ യൂട്യൂബിലെ ഷോർട്സ് കൂടെ ആയപ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം. അങ്ങനെ മഴയൊക്കെ കൊണ്ട് വീഡിയോ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ചാച്ചന്റെ പെങ്ങള് കൊടയായിട്ട് വന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് കേട്ടോ തൃശ്ശൂർ എത്തുന്നത്. ബിഗ് ബോസിൽ പോണ സമയത്ത് എയർപോർട്ടിൽ വന്ന് ആളെനിക്കൊരു സർപ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇന്നാണ് കാണുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് കേട്ടോ. അന്ന് വെള്ളത്തിൽ വീണ് ചാകാൻ പോയപ്പോൾ പോലും ഇവളും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ നമ്മൾ അങ്കിളിനെ കണ്ട് ഹായ് പറഞ്ഞ് കുട്ടികളെ കാണാൻ വീട്ടിൽ പോയി. ഇതിന് പിന്നിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എന്തൊക്കെ വന്നാലും എടുത്തിട്ട് സ്വന്തം വണ്ടിയിൽ വരണം ഞങ്ങളുടെ വീട്ടിലേക്ക്, കേട്ടല്ലോ. കേട്ടില്ലേ, നമ്മുടെ കർവ് എടുക്കാൻ പോണ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത കസിൻസ് ഇവരായിരുന്നു കേട്ടോ. ഇവരുടെ സ്ഥലം നമ്മുടെ മണിച്ചേട്ടന്റെ സ്വന്തം നാടായിട്ടുള്ള ചാലക്കുടിയാണ്. ചാലക്കുടി എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പുഴയാണ് കേട്ടോ. ആ പുഴയിലാണ് ഞാനും എന്റെ ചാച്ചന്റെ പെങ്ങളും കൂടെ മുങ്ങി മരിക്കാൻ പോയത്. അന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിയ ആളെക്കുറിച്ചും ആ സ്റ്റോറിയൊക്കെ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ വരവിന്റെ ഉദ്ദേശം സർപ്രൈസ് കൊടുക്കലും മാത്രമല്ല കേട്ടോ, ആ പുഴയും വീണ സാഹചര്യമൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മറ്റാർക്കും വരാണ്ടിരിക്കട്ടെ. അപ്പോൾ പാർട്ട് 2 വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.